ഞാൻ അത് ഒന്ന് കൊടുക്കാം. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ട്രെൻഡിയോളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞ് അൺബോക്സിങ്ങും പ്ലസ് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കും വേണേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പാത്രങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നത്. ഈ ഡ്രസ്സ്, ചെരുപ്പ്, അതേപോലെ കോസ്മെറ്റിക് ഐറ്റംസ് ഇതൊക്കെ മേടിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് പാത്രങ്ങൾ മേടിക്കുന്നത്. അതിന് കാരണം അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ പൊട്ടിയ സാധനങ്ങൾ കൊടുന്നു തരുമോ എന്നൊക്കെയുള്ളൊരു പേടിയോണ്ട് തന്നെയായിരുന്നു. ഈ ട്രെൻഡുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ക്യൂട്ടായിട്ടുള്ളൊരു 2 പാത്രങ്ങൾ കണ്ടു. അപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ അതിൽ ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള പാത്രങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. പക്ഷേ വന്നപ്പോൾ ഉണ്ടല്ലോ ഇൻസ്റ്റൻറ്റ് റിഗ്രറ്റ്സ് ആട്ടോ എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതിൻ്റെയൊക്കെ വലിയ പാത്രങ്ങൾ മേടിക്കാനായിരുന്നു. പക്ഷേ വേണ്ട, നമുക്കൊരു സാമ്പിൾ നോക്കാനല്ലേ, അപ്പോൾ ചെറുതന്നെ ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതിൻ്റെ നോർമൽ പോട്ടുകളാണ് കേട്ടോ മേടിച്ചത്. ഇതൊക്കെ നോർമലായിട്ടുള്ള ചെറിയ പാത്രങ്ങളാണ്. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കണ്ടപ്പോൾ. ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് ഒരു ആവറേജ്, ഫോട്ടോയിൽ കണ്ട അത്രയ്ക്ക് ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവരെന്നെ ഞെട്ടിച്ചു. അടിപൊളി പാത്രങ്ങളാണ്. ഞാനിത് കുക്ക് ചെയ്തിട്ട്, ഞാൻ സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. സംഭവം അടിപൊളി പാത്രങ്ങളാണ്. ഈ ഒരു പാത്രം മിസ് ബേട്ടി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. 16 സെൻറ്റിമീറ്റർ വരുന്ന എസ്പെറൻസ ഇനാമൽ പോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. സംഭവം അടിപൊളിയാണ്. ഇതൊക്കെ സ്റ്റൗ ഫ്രണ്ട്ലി ആണ്, അതേപോലെ ഇൻഡക്ഷൻ ഫ്രണ്ട്ലി കൂടിയാണ് കേട്ടോ. ഞാനിത് കുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അടിപൊളിയാണ്. ഇങ്ങനെ അടി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതേപോലെ കളർ മാറുക, ഫെയ്ഡ് ആവുക, അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അടിപൊളി പാത്രങ്ങളാണ്. ക്ലീൻ ചെയ്യുമ്പോഴും കുഴപ്പമില്ല. മെഷീൻ ക്ലീനിങ് ഓക്കെയാണ്. പക്ഷേ ഹാൻഡ് വാഷാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇതിൻ്റെ താഴെയുള്ള ഇവരുടെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും നോക്കിയപ്പോഴാണ് അത് പറയുന്നത് അവർ. അതുപോലെ ഈ ഒരു പാത്രം, ഇതിൻ്റെ ഒരു വലിയ പാത്രമാണ് കേട്ടോ ഞാൻ ആദ്യം മേടിക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സോസ് പാൻ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഇതന്നെ ഇങ്ങോട്ട് ഓർഡറാക്കി. ഇതിൻ്റെ കമ്പനിയുടെ പേര് ലെമുറാനോ എന്ന് പറയുന്ന ഏതൊരു കമ്പനിയാണ്. ബ്ലഷ് റോയൽ ഇനാമൽ വുഡൻ ഹാൻഡിൽ മിൽക്ക് ജഗ്, അതുപോലെ എഗ് കപ്പ്, സോസ് പാൻ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ കണ്ട കമൻറ്റുകളാണ് കേട്ടോ. 1.3 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇത് കാണാനുള്ള ഭംഗി പോലെ ഉപയോഗിക്കാനും ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പോട്ടുകളിലൊന്നാണ്. അതിൽ ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുപോലെ മിൽക്ക് ബോയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കളർ ഫെയ്ഡ് ആവുക, അതേപോലെ കരി പിടിക്കുക, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അടിപൊളി പാത്രങ്ങളാണ്. ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഇതുണ്ടല്ലോ, ഞാൻ ഒരുപാട് കാലമായിട്ട് മേടിക്കണം എന്നിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാർട്ടിലിങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നേ. ഒരു സ്പൈസ് റാക്കാണ്. 6 പീസ് വരുന്ന ഒരു സ്പൈസ് റാക്ക് പ്ലസ് ഓയിൽ പോട്ട്, 2 സെറ്റല്ല 2 ഓയിൽ പോട്ടുകൾ പ്ലസ് 4 സ്പൈസ് ജാറുകൾ വരുന്ന ഒരു സ്പൈസ് റാക്കാണ്. പിന്നെ ഇതും ഒരു പോട്ടാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചൊരു പോട്ടാണ്. ഇതിൻ്റെ ആ ഒരു ഭംഗിയും പിന്നെ അതിൻ്റെ ലിഡിൻ്റെ ആ ഒരു ഹാൻഡിലിൻ്റെ ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് മേടിച്ചത് തന്നെയാണ്. ഇത് എമി ലാബിൻ്റെ 18 സെൻറ്റിമീറ്റർ 1.5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഇനാമൽ പോട്ടാണ്. സ്റ്റൗ കുക്കിംഗ് പ്ലസ് ഇൻഡക്ഷനാണ് ഇവർ പറയുന്നത്. ഇതിൽ ഓവൻ കുക്കിങ്ങും കൂടി പറയുന്നുണ്ട്. പക്ഷേ ഓവനിൽ എത്രമാത്രം പറ്റും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ സ്റ്റൗവിൽ കുക്ക് ചെയ്ത് നോക്കി, ഓക്കെയാണ്. ഇൻഡക്ഷനിൽ കുക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇതിൽ ഇൻഡക്ഷൻ ഫ്രണ്ട്ലി ആണെന്നാണ് ഇതിൽ പറയുന്നത്. അതെനിക്കറിയില്ല. ഞാൻ സ്റ്റൗവിൽ മാത്രമേ കുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. സോ സ്റ്റൗ കുക്കിങ്ങിൽ ഓക്കെയാണ് കേട്ടോ. പക്ഷേ ഇത് ലിഡ് ഉപയോഗിക്കരുത്. കാരണം അതിങ്ങനെ ഇളകി വരുന്നുണ്ട്. അതിൻ്റെ ആ ഹാൻഡിൽ ഇങ്ങനെ ലൂസായി വരുന്നുണ്ട്. ഇത് ഹീറ്റ് തട്ടുന്ന സമയത്ത് വിത്തൗട്ട് ലിഡ് ഇത് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മറ്റേതും എമി ലാബിൻ്റെ തന്നെ ഒരു മിക്സിംഗ് ബൗളാണ് കേട്ടോ. 24 സെൻറ്റിമീറ്റർ വരുന്ന 4 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു മിക്സിംഗ് ബൗളാണ്. പിന്നെ ഇത് മാത്രമല്ല ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് മിൽട്ടൻ്റെ ഒരു 3 കാസറോളും, അതേപോലെ കൊർക്കുമാസിൻ്റെ ഒരു ടീ കെറ്റിലുണ്ടല്ലോ, സ്റ്റൗവിൽ വയ്ക്കുന്ന കെറ്റിൽ, അതും ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ്. ഒരു വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ഈവനിങ് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിലുണ്ടല്ലോ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ പുകയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതൊരു എന്താ പറയുക, നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു നല്ലൊരു സ്മെല്ല് എപ്പോഴും ഇങ്ങനെ വീടിനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തോ അങ്ങനെ ഒരു വിശ്വാസം പോലെ ഞാൻ എപ്പോഴും ഇത് കത്തിച്ച് വെക്കാറുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു കീ ചെയിൻ ഉണ്ടല്ലോ, ഞാനിപ്പോൾ അടുത്ത് നമ്മുടെ വൗമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അടിപൊളി കീ ചെയിൻ ആട്ടോ. 5 റിയാൽസ് എങ്ങാണ്ട് വരുന്നത്. പക്ഷേ നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അതിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെ മേടിച്ചതാണ്.
പിന്നെ നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മളെ വീട്ടിൽ നിന്ന് ഒന്ന് വലിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിലും എത്തും. അതേപോലെ വണ്ടിയിലാണെങ്കിൽ ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ആദ്യം ഞങ്ങളിത് പോയിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഈ കൂടുതൽ ആൾക്കും വീഡിയോസിൽ കണ്ടിട്ട് കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി പോയി കാണാം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. ഈ മസറയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എൻട്രി ഫീ വരുന്നത് 15 റിയാലാണ്, ഒരാൾക്ക് 15 റിയാൽ. ഇവിടെ എനിക്ക് മോനിക്കും എടുക്കേണ്ടി വന്നു കേട്ടോ. ബട്ട് വേർത്താണ്. ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് കാണാനും അതേപോലെ ഒരുപാട് ആനിമൽസ് ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡിങ്, അതേപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ പ്രാവുകളുണ്ട്. അതേപോലെ ബേഡ്സിനെ നമുക്ക് ഫീഡ് ചെയ്യിക്കാം. പക്ഷെ അതിന് സെപ്പറേറ്റ്, അതേപോലെ ആനിമൽസിന് ഫീഡ് ചെയ്യാനും ബേഡ്സിന് ഫീഡ് ചെയ്യാനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 5 റിയാലാണോ അതോ 2 റിയാലാണോ എന്ന് എനിക്കറിയില്ല. ഈ പുല്ലിന് അവർ ഫീസ് ഈടാക്കുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട്. പക്ഷേ ഇവർക്ക് ഈ ഫീഡ് ചെയ്യിക്കുന്ന സമയത്ത് കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഹോഴ്സ് റൈഡിങ്ങിന് സെപ്പറേറ്റ് ക്യാഷ് വേണം, 10 റിയാലാണെന്ന് തോന്നുന്നു. അതേപോലെ ക്യാമലുണ്ട്, ഡോങ്കീസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഡോങ്കീസിനെ കാണുന്നത്. കുറേ ഉണ്ട് കേട്ടോ, വെറൈറ്റീസ് ഓഫ് ആനിമൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആനിമൽസ് ഉണ്ട്, കുറേ കാണാനും ഉണ്ട്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് വന്നത്. കൂടുതലായിട്ടും ഇവിടെ ഫാമിലീസാണ്, ഇതേപോലെ മോൻ്റെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികളാണ് അധികവും ഇവിടെ ഉണ്ടായിരുന്നത്. ഇവർക്കിതിങ്ങനെ നടന്ന് ഫീഡ് ചെയ്യിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ഡോങ്കീസ്. ഞാൻ ആദ്യമായിട്ടാണ് കുതിരകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഡോങ്കീസിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴല്ല കേട്ടോ, ഇതിന് മുന്നേ ഇവിടെ തന്നെയാണ്, ഇവരെ കണ്ടിട്ട് തന്നെയാണ് ഇതാണ് ഡോങ്കീസ് എന്ന് എനിക്കറിഞ്ഞത്. ഞാൻ ആദ്യ സത്യത്തിൽ ഇത് കുതിര എന്നാണ് വിചാരിച്ചിരുന്നത്. കുറേ ഉണ്ട് നടന്ന് കാണാൻ. അതേപോലെ ഫോട്ടോ എടുക്കാൻ നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. അവിടെ നിന്നൊക്കെ ആദ്യമൊക്കെ ഫോട്ടോ എടുത്തിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു വെളിച്ചവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈവനിങ്ങാണ് വന്നിരുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബേഡ്സിനും ഇതേപോലെ ഞാൻ ഈ പുല്ല് വെറുതെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കിയതാണ്. പക്ഷേ അവരത് കേൾക്കുന്നുണ്ട്. ഇത് താറാവ് ആണോ അതോ അരയന്നം ആ ടൈപ്പാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ഉണ്ട് കേട്ടോ അവർ. അങ്ങനെ ഇത് ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് വരാണ്. പിന്നെ അതാ അവിടെ ഒരു 3-4 ഡോഗ്സ് ഉണ്ട്. ഈ പൊമേറിയൻ പറയുന്ന ടൈപ്പ് ആണ് തോന്നുന്നു. ഇത് പിന്നെ ഉള്ളിലൊരാൾ കിടക്കുന്നുണ്ട്. അങ്ങനെ 3 പേരുണ്ട് ഇവിടെ. പിന്നെ അതാ പ്രാവുകൾ, ഒരുപാട് പ്രാവുകളുണ്ട്. ഈ മയിൽ പ്രാവുകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരുപാട് പ്രാവുകൾ, ഞാൻ വെറൈറ്റീസ് ഓഫ് പ്രാവുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അവരവിടെ ഉണ്ട്. പിന്നെ അതായത് ബേഡ്സിനെ ഫീഡ് ചെയ്യിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഉള്ളിൽ വന്നിട്ട് ബേർഡ് സാങ്ച്വറി പോലെ ഉള്ളിൽ വന്നിട്ട് ബേഡ്സിനെ നമുക്ക് ഫീഡ് ചെയ്യിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതാ 2-3 റാബിറ്റ്സിനെ കാണുന്നുണ്ട്. റാബിറ്റ്സ് അല്ല, ബണ്ണീസാണ്, കുട്ടികളാണ്. അവരവിടെ കുട്ടികളങ്ങനെ എടുത്ത് നടക്കുന്നുണ്ട് അവറ്റങ്ങളെ. പിന്നെ അതാ ബേഡ്സിനെ നമുക്ക് ഫീഡ് ചെയ്യിക്കാൻ. ഇതിനും നമുക്ക് സെപ്പറേറ്റ് 5 റിയാൽസ് ആണോ 2 റിയാൽസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം, എന്നാലാണ് അവർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ ബേഡ്സിനെയും ഫീഡ് ചെയ്തിട്ട് നമ്മളിതാ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പുറത്ത് തന്നെ ചെറിയൊരു ചിപ്സും കാര്യങ്ങളും കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് 2 ചിപ്സും കാര്യങ്ങളും മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഇവിടെ തന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഒരു കുട്ടിയെ കിട്ടുമോ എന്നുള്ളത്. കാരണം നമ്മളെ വീട്ടിലുണ്ടായിരുന്ന ബേഡ്സൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലെപ്പോഴും ഒരു ബേർഡ് ഉണ്ടാവും. എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ, എന്തെങ്കിലും ഒരു ബേർഡോ അല്ലാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ച അതേ പ്രായത്തിലുള്ള ഒരു കുട്ടീനെ തന്നെ കേട്ടോ നമുക്ക് കിട്ടിയത്. ഇത് ഈ ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഒരു കുട്ടിയാണ്. ഒരു 2 ആഴ്ച പ്രായമെന്നാണ് അവർ പറഞ്ഞത്. ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ പറക്കാൻ തുടങ്ങുമെന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. മാഷാ അല്ലാ, നല്ല ഭംഗിയുള്ള നമുക്ക് ഒത്ത പ്രായത്തിനുള്ള ഒരു കുട്ടീനെയാണ് കിട്ടിയത്. നമുക്ക് ഈ കൂടെ നിൽക്കുന്ന, അതായത് നമ്മളൊരു ഫാമിലി മെമ്പറിനെ പോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ മേടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ആളുടെ രൂപമാണ് കേട്ടോ. നന്നായിട്ട് വലുതായിട്ടുണ്ട്. ആൾ അത്യാവശ്യം നമ്മൾ വിളിച്ചാൽ വരുന്നുണ്ട്. നമ്മുടെ സൗണ്ട് കേട്ടാൽ തന്നെ ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ.